എറണാകുളത്ത് മൂവാറ്റുപുഴയിൽ ഒരു സ്കൂൾ ബസ് കത്തി നശിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഒരു അപകടവും സംഭവിച്ചില്ല എന്നത് ആ വാർത്ത നമ്മുടെ മുൻപിലേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു. ആർക്കും അപകടം സംഭവിക്കാതിരുന്നതിനൊരു കാരണമുണ്ട്. ആ സ്കൂൾ ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് ഇന്നലെ 25ഓളം കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. ബസ് പൂർണ്ണമായും കത്തി നശിച്ചെങ്കിലും വിനോദിന്റെ ആത്മധൈര്യം കുട്ടികളെല്ലാം ഏൽക്കാതെ രക്ഷിച്ചു. സംഭവം അറിഞ്ഞതോടെ വിനോദിന് നാടെങ്ങു നിന്നും അഭിനന്ദന പ്രവാഹമാണ്. തിങ്കളാഴ്ച രാവിലെയാണ് വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസ ഹൈസ്കൂളിന്റെ ബസ് കല്ലൂർക്കാട് നീറമ്പുഴ കവലയ്ക്ക് സമീപം സാങ്കേതിക തകരാർ മൂലം കത്തി നശിച്ചത്. ഓടിക്കൊണ്ടിരിക്കെ ബസിന്റെ മുൻഭാഗത്തു നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട ഡ്രൈവർ വിനോദ് ഉടൻ തന്നെ വാഹനം നിർത്തി കുട്ടികളെ സുരക്ഷിതമായി മറ്റൊരു സ്കൂൾ ബസ്സിൽ കയറ്റി അയക്കുകയായിരുന്നു. വാഹനം കത്തി നശിച്ചതിന്റെ നടുക്കം വിട്ടുമാറിയില്ലെങ്കിലും കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിലേക്ക് അയക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസമായിരുന്നു വിനോദിന്. നമ്മൾ വണ്ടി ഒതുക്കി എടുത്ത് പിള്ളേരെ നമ്മളെ തന്നെ സ്കൂൾ വണ്ടി കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തീ കാണുന്നത് തീ കണ്ട് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ തീ പിടിച്ച് തീ ആളി കത്തി. അതിന് ഫയർഫോഴ്സ് വന്നു തീ അണയ്ക്കരുത്. 8 വർഷത്തോളമായി സെന്റ് തെരേസാസ് ഹൈസ്കൂളിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് വിനോദ്. ആത്മധൈര്യം കൊണ്ടും അവസരോചിതമായ ഇടപെടൽ കൊണ്ടും 25ഓളം കുരുന്നുകളെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തിയ വിനോദിനെ വാഴക്കുളത്തെ വ്യാപാര സമൂഹം ആദരിച്ചു. 25ഓളം കുട്ടികളെ ബസ്സിൽ നിന്നും ഇറക്കി സമയബന്ധിതമായിട്ട് അവരെ സുരക്ഷിതരാക്കിയത് ആ കാര്യത്തിൽ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷനും വാഴക്കുളത്തെ വ്യാപാര സമൂഹത്തിനും നാട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ വിനോദിനെ ഇന്ന് ഇവിടെ വിളിച്ച് ഞങ്ങളുടെ ഒരു സ്നേഹവും നന്ദിയും പ്രകടിപ്പിച്ചു. വാഴക്കുളം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലാണ് വിനോദിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.